ഇന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള വിവാദ പരാമർശങ്ങളും ബോബി ചെമ്മണ്ണൂരിൻ്റെ ജയിൽവാസവുമാണ്. സ്ത്രീകൾക്കെതിരെ ആര് അധിക്ഷേപകരങ്ങളായ പരാമർശങ്ങൾ നടത്തിയാലും സ്ത്രീകൾക്കെതിരെ എന്ത് ആക്രമണങ്ങൾ ഉണ്ടായാലും അവയെല്ലാം കൃത്യസമയത്ത് നിയമ നടപടികളോടുകൂടി പ്രതികരിക്കപ്പെടേണ്ടത് തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ മോശമായ പ്രവൃത്തികൾ ഉണ്ടാക്കുന്നവരെ അല്ലെങ്കിൽ മോശമായ പരാമർശങ്ങൾ ഉന്നയിക്കുന്നവരെ നിയമ നടപടികൾക്ക് വിധേയരാക്കേണ്ടത് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇവിടെ ചലച്ചിത്ര താരം ഹണി റോസിനെതിരെ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തന്നെയാണ് ഹണി റോസിനെ ചൊടിപ്പിച്ചതും ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്തതും. മുഖ്യമന്ത്രിയും DGPയും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ എല്ലാവിധ മേലാളന്മാരും ഈ കേസിൽ ഉണർന്നു പ്രവർത്തിച്ചതിനാൽ ബോബി ചെമ്മണ്ണൂരിനെ രായ്ക്ക് രായ്മാനം കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ അടയ്ക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ട് കോരിത്തരിച്ചു നിന്നത്. എന്നാൽ സമാനമായ മറ്റു ചില കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധവും സാമൂഹ്യ മാധ്യമവും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഹണി റോസിന് കിട്ടിയ നീതി കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് കിട്ടാതെ പോയത് എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ എടുത്തു ചോദിക്കുന്നത്. ഹണി റോസിൻ്റെ പരാതിയിന്മേൽ രായ്ക്ക് രായ്മാനമാണ് പോലീസ് അതിസാഹസികമായി വയനാട്ടിലേക്ക് കടന്ന് ബോബി ചെമ്മണ്ണൂരിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് എറണാകുളത്ത് എത്തിച്ചത്, അദ്ദേഹത്തെ നിയമവിചാരണയ്ക്ക് ശേഷം ജയിലിലടച്ചത്. എന്നാൽ നവീൻ ബാബു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത് അഥവാ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഇന്നിപ്പോൾ 4 മാസം പിന്നിടുന്ന അവസരത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അഥവാ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ കേരള പോലീസ് അന്വേഷിച്ചാൽ പോരാ, ഈ മരണത്തിന് പിന്നിലുള്ള സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയിരുന്ന ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ സിംഗിൾ ബെഞ്ച് തള്ളുകയുണ്ടായി. CBI അന്വേഷണത്തിൻ്റെ ആവശ്യം ഈ കേസിൽ ഇല്ല, അതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുന്നില്ല, അതുകൊണ്ട് കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ കേസ് അന്വേഷിച്ചാൽ മതി എന്നുള്ള വിധിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ട് 4 മാസം പിന്നിടുമ്പോഴും ആ കുടുംബത്തിന് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. എന്നാൽ ചലച്ചിത്ര താരമായ ഹണി റോസ് തനിക്കെതിരെ അധിക്ഷേപകരങ്ങളായ ലൈംഗികപരമായ അധിക്ഷേപങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കൊടുത്ത കേസിൽ ഏതാണ്ട് 24 മണിക്കൂറിനകം അല്ലെങ്കിൽ താമസം വിന ആ കേസിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ ഹാജരാക്കി കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാതെ ജയിലിൽ അടച്ച കാഴ്ചയാണ് കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് 4 മാസം മുമ്പ് ഇത്രത്തോളം ഒരു വലിയ കൊലപാതകം അല്ലെങ്കിൽ ഒരു ദുരൂഹ മരണം കേരളത്തിൽ നടന്നിട്ട് കാര്യക്ഷമമായ അന്വേഷണമോ ആ അന്വേഷണത്തിനൊടുവിൽ ആ കുടുംബത്തിന് നീതി കിട്ടാതെ പോയത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോലും മഞ്ജുഷ തൻ്റെ ഹർജിയുമായി പോയിട്ടുണ്ടായിരുന്നു, തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹതകൾ അകറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അവർക്ക് നീതി ലഭ്യമായില്ല എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ കുടുംബവും അഭിഭാഷകരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒരേ ഒരു പ്രതിയായി പോലീസ് കേസെടുത്തിട്ടുള്ള മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ ഒരു FB കുറിപ്പിട്ടിരിക്കുന്നു. ഈ FB കുറിപ്പിന് അടിസ്ഥാനം ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള ചില തർക്കങ്ങളാണ്, അല്ലെങ്കിൽ ആ വിഷയം തന്നെയാണ്. ഇന്നിപ്പോൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരുന്നു. അവർക്ക് സുരക്ഷിത ബോധം ഉണ്ടാക്കുന്നതിന് ഇത് വലിയ കാര്യം തന്നെയാണ്. എന്നാൽ ഹണി റോസ് എന്ന സിനിമാ നടിക്കെതിരെ ചില അധിക്ഷേപകരങ്ങളായ പരാമർശങ്ങൾ ഉയർന്നപ്പോൾ അവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ നീതി ലഭിക്കുകയുണ്ടായി. എന്നാൽ തനിക്ക് അത്തരത്തിലൊരു നീതി ലഭ്യമായില്ല എന്ന് തന്നെയാണ് PP ദിവ്യയുടെ FB പോസ്റ്റിന് അടിസ്ഥാനമായി വന്നിരിക്കുന്നത്. PP ദിവ്യ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്: ഹണി റോസിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് അശ്ലീലകരങ്ങളായ പ്രസ്താവനകൾ ഇറക്കിയവരെ അല്ലെങ്കിൽ അവരെ മോശമായി കമൻറ്റ് ചെയ്തവരെ ഏതാണ്ട് 30-ലധികം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് PP ദിവ്യക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പൊങ്കാലയിട്ട ആർക്കെതിരെ പോലും ഒരു കേസെടുക്കാൻ പോലീസിന് സാധിച്ചില്ല എന്നുള്ളതാണ് PP ദിവ്യയുടെ ഈ FB കുറിപ്പിന് ആധാരമായി പറയപ്പെടുന്നത്. ആർക്കെതിരെയും പോലീസ് കേസെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. യൂട്യൂബറായ രാജൻ ജോസഫിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയക്കുന്ന കാഴ്ച കണ്ടു. ആരെയും
ലൈംഗികമായോ അല്ലെങ്കിൽ മാനസികമായോ അധിക്ഷേപിച്ച് പണമുണ്ടാക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉണ്ട്. അവർക്ക് മക്കൾക്ക് തീറ്റ കൊടുക്കണമെങ്കിൽ മറ്റേതെങ്കിലും പണി എടുത്തുകൂടെ എന്നാണ് പി ദിവ്യ തൻ്റെ FB കുറിപ്പിലൂടെ ചോദിക്കുന്നത്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളെ അടച്ചാക്ഷേപിക്കുകയാണ് പി ദിവ്യ ചെയ്യുന്നത്. കാരണം നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് പി ദിവ്യയെ പലരും പല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പൊങ്കാലയിടുന്ന വിധത്തിൽ തന്നെ അധിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ഉയർത്തിയ ആളുകളെ എന്തുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത് എന്നുള്ളതാണ് ദിവ്യയുടെ പരിദേവനം. അതായത് ഹണി റോസിന് കിട്ടിയ നീതി തനിക്ക് കിട്ടിയില്ല എന്നാണ് പി ദിവ്യ പറയുന്നത്. CPMന്റെ സമുന്നത നേതാവായ പി ദിവ്യ ഒരു കാര്യം ഓർമ്മിക്കണം, താങ്കളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങേക്ക് നീതി കിട്ടിയില്ല എന്ന് അങ്ങ് പറയുമ്പോൾ കൊല്ലപ്പെട്ട ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ അവരുടെ ഭർത്താവിൻ്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെയാണ്, ആ മരണത്തിന് പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്, ഇതിൻ്റെ ദുരൂഹതകൾ അകറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ വരെ സമീപിച്ചിട്ടും അവർക്കും ഇതുവരെയും നീതി കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം പി ദിവ്യ മറന്നു പോകരുത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചിലർ പി ദിവ്യയുടെ കുറിപ്പിനടിയിൽ വന്ന് നിന്നുകൊണ്ട് പലരും പൊങ്കാലയിടുന്നത്. അതായത് ഹണി റോസിന് കിട്ടിയ നീതി തനിക്ക് കിട്ടിയില്ല എന്ന് പി ദിവ്യ ആശങ്കപ്പെടുമ്പോൾ പി ദിവ്യ പ്രതിയായ ഒരു കേസുണ്ട്. അതായത് കണ്ണൂർ മുൻ ജില്ലാ ADM ആയിരുന്ന നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് പി ദിവ്യയുടെ അനവസരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹണി റോസിന് കിട്ടിയ നീതി തനിക്ക് കിട്ടിയില്ല എന്ന് പി ദിവ്യ പറയുമ്പോൾ പി ദിവ്യ മൂലം മരണത്തിലേക്ക് പോയ ഒരാളുടെ കുടുംബം ഇപ്പോഴും നീതി തേടി തേരാപാര നടക്കുന്നു എന്ന് പറയുമ്പോൾ പി ദിവ്യ എന്തുകൊണ്ടാണ് ഈ കുടുംബത്തെ മറന്നുപോയത്, മഞ്ജുഷയെ മറന്നുപോയത്, നവീൻ ബാബുവിനെ മറന്നുപോയത് എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് പലരും പി ദിവ്യയോട് ചോദിക്കുന്നത്. എന്തായാലും പി ദിവ്യയ്ക്ക് ഈ വിഷയത്തിൽ നീതി കിട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സമുന്നത നേതാവാണ് പി ദിവ്യ. നവീൻ ബാബുവിനെതിരെയുള്ള നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾക്ക് പിന്നിലുള്ള തെളിവുകളെല്ലാം പോലീസ് ആയി തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നവീൻ ബാബുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷയ്ക്ക് നീതി കിട്ടുമോ, ഹണി റോസിന് കിട്ടിയ നീതി പി ദിവ്യയ്ക്ക് കിട്ടിയില്ല എന്ന് പി ദിവ്യ പരിതപിക്കുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്, അതായത് 2 പെൺമക്കളുള്ള ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന കുടുംബനാഥനാണ് നവീൻ ബാബു. കറകളഞ്ഞൊരു ഉദ്യോഗസ്ഥനാണ്. ആരുടെയൊക്കെയോ കുൽസിത പ്രവൃത്തി മൂലം, ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് മൂലം മരണത്തിലേക്ക് നടന്നു നീങ്ങിയത് അഥവാ കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സന്ദർഭത്തിലാണ് ആ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ആ മരണത്തിന് പിന്നിലുള്ള ഒരേ ഒരു പ്രതി എന്ന് പോലീസ് സംശയിക്കുന്ന ഒരു സ്ത്രീ പറയുന്നത്, എനിക്ക് നീതി കിട്ടിയില്ല, ഹണി റോസിന് കിട്ടിയ നീതി എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ വിലപിക്കുന്ന പി ദിവ്യ ഒരു നിമിഷമെങ്കിലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കണം, ഒരു നിമിഷമെങ്കിലും നവീൻ ബാബുവിൻ്റെ മക്കളെക്കുറിച്ച് ഓർക്കണം, ഒരു നിമിഷമെങ്കിലും നവീൻ ബാബുവിൻ്റെ വിധവയായ ഭാര്യ മഞ്ജുഷയെക്കുറിച്ച് ഓർക്കണം എന്നാണ് സാമൂഹ്യ മാധ്യമം ഇപ്പോൾ പി ദിവ്യക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.